നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യം മുഴുവൻ വലവിരിച്ചിട്ടും പോലീസിന് സിദ്ദിഖിനെ കണ്ടെത്താനായിട്ടില്ല. കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഉരുകുകയാണ് പിണറായി പോലീസ്. സിദ്ദിഖ് രാജ്യം വിട്ടു പോയിട്ടില്ല, അത് ഉറപ്പാണ്. ഒന്നെങ്കിൽ കേരളത്തിനകത്ത്, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത്, ഇവിടെ എവിടെയോ ഉണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുന്നതുവരെ ഈ ഒളിച്ചുകളി തുടരും. ഇതിന് കൂട്ടുനിന്നു കൊടുക്കുകയാണോ പോലീസ് എന്ന ചോദ്യം ഉയരുകയാണ്. കാരണം പ്രതികളെ സംരക്ഷിക്കുന്ന ശീലമാണല്ലോ പോലീസിനുള്ളത്. പ്രത്യേകിച്ച് കുറച്ച് പിടിപാടും ഉന്നതനും പ്രമുഖനും ഒക്കെ ആണെങ്കിൽ സംരക്ഷണം പോലീസിന്റെ ഉന്നതന്മാർ നേരിട്ട് അങ്ങ് ഏറ്റെടുക്കും. പോലീസ് ഒളിപ്പിച്ചിരിക്കുകയാണോ അതോ നടന്മാർ ആരെങ്കിലും സിദ്ദിഖിനെ ഒളിപ്പിച്ചിരിക്കുകയാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ശക്തമാകുകയാണ്. കാരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ കാര്യം എടുത്തു പറഞ്ഞാൽ വലിയ പിടിപാടുണ്ട് സിദ്ദിഖിന്. താരരാജാക്കന്മാരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള നടനാണ് സിദ്ദിഖ്. അതുകൊണ്ട് തന്നെ ഒളിച്ചതാണോ അതോ ഒളിപ്പിച്ചതാണോ എന്നുള്ളത് വഴിയേ അറിയാം. കഴിഞ്ഞ ദിവസം രാവിലെ വരെ സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞതോടുകൂടിയാണ് സിദ്ദിഖിനെ കാണാതാകുന്നത്. പിന്നീട് സിദ്ദിഖിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വക്കീലുമായും മുൻകൂർ ജാമ്യത്തിന് സുപ്രീം കോടതിയിൽ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിച്ചത് സിദ്ദിഖിന്റെ മകനാണ്. ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് നടന്മാരെല്ലാം നിരീക്ഷണത്തിലാണ്. സിദ്ദിഖിനെ ആരെങ്കിലും അത്തരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ തൂക്കിയെടുക്കും എന്നൊക്കെയാണ്. ഗീർവാണമടിക്ക് ഒരു കുറവുമില്ല. ഒരു പകലും രാത്രിയും തെരച്ചിൽ നടത്തിയിട്ടും സിദ്ദിഖിനെ മഷിയിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊച്ചിയിലെ ചില ഹോട്ടലുകളിൽ സിദ്ദിഖിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി സിദ്ദിഖ് ഇന്ന് അപേക്ഷ നൽകിയേക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തടസ്സ ഹർജിയുമായി സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിക്കും. ജാമ്യാപേക്ഷയിൽ സർക്കാരിന്റെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെടും. അതിജീവിതയും തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. സിദ്ദിഖ് ഹർജി നൽകിയാൽ തന്റെ ഭാഗവും കേൾക്കണമെന്നാണ് അതിജീവിത ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിനായി അഭിഭാഷകരുമായി ബന്ധുക്കൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി വിധി വന്ന ശേഷം കീഴടങ്ങുന്നതിൽ തീരുമാനമെടുക്കാമെന്നാണ് നടന്റെ നിലപാട് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതുവരെ ഒളിച്ചുകളി തുടരുക തന്നെ ചെയ്യുമെന്ന് വ്യക്തം. കൺമുന്നിൽ കണ്ടാലും പോലീസ് അറസ്റ്റ് ചെയ്യില്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം കൊച്ചിയിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. കൊച്ചിയിലും ആലുവയിലും പ്രത്യേക ടീമുകളും അന്വേഷണം നടത്തുന്നുണ്ട്. സിദ്ദിഖിനെ ആരെങ്കിലും സംരക്ഷിച്ചാൽ അവർക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശവുമുണ്ട്. ബലാത്സംഗ കേസെടുത്ത ഓഗസ്റ്റ് 28 തന്നെ സിദ്ദിഖിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു തുടങ്ങിയിരുന്നുവെന്നാണ് വിവരങ്ങൾ. 3 ആഴ്ച മുൻപ് എല്ലാ വിമാനത്താവളങ്ങളിലേക്കും തിരച്ചിൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ നടനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. പിന്നെ എങ്ങനെയാണ് പോലീസ് നടനെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയുന്നത്? ഒരു നീക്കവും ഇതിൽ പോലീസ് നടത്തിയിട്ടില്ല എന്നുള്ള വാദവും വരുന്നുണ്ട്. നടൻ എത്താനിടയുള്ള വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പരിശോധനയുടെ വിവരങ്ങൾ ചോരുന്നുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ആ വഴിക്കൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം പോലീസിലെ എല്ലാ വിവരങ്ങളും അങ്ങാടി പാട്ടാണല്ലോ. പുറത്തെത്തിക്കാനും ഉന്നതരെ സംരക്ഷിക്കാനും ഒക്കെ പോലീസിനുള്ളിൽ തന്നെ ആളുണ്ട്. അതുകൊണ്ട് പോലീസുകാരെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യുന്നത് നന്നായിരിക്കും. ഒടുവിൽ സിദ്ദിഖ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു ഓണത്തിന് മുൻപ്. അതായത് ഊട്ടിയിൽ വെച്ച മറ്റോ നടക്കുന്ന ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായി ഊട്ടിയിലുണ്ടായിരുന്നു. പോലീസ് ഈ വഴിക്ക് അന്വേഷണം നടത്തുന്നുണ്ടോ എന്നുള്ളതും ഇപ്പോൾ നിർണായകമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, രാജ്യം വിട്ട് സിദ്ദിഖ് പുറത്തു പോയിട്ടില്ല. അത് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. റോഡ് മാർഗം മറ്റെവിടേക്കെങ്കിലും കടന്നിട്ടുണ്ടാകാനാണ് സാധ്യത. അപ്പോൾ പിന്നെ പോലീസ് സദാസമയം സിദ്ദിഖിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിൽ കഴമ്പില്ല. പ്രമുഖനായതുകൊണ്ട് അല്ല, ഇപ്പോൾ പീഡനവീരന്മാർക്കൊക്കെ ഫാഷൻ പേരുകളാണല്ലോ പ്രമുഖൻ. അങ്ങനെ ഒരു ട്രോള് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വരുന്നുണ്ട്. അതുകൊണ്ട് പ്രമുഖനായതുകൊണ്ട് സിദ്ദിഖിനെ സംരക്ഷിക്കാൻ സർക്കാരിലും രാഷ്ട്രീയക്കാരിലും പോലീസിലും ഒക്കെ തന്നെ ധാരാളം പേരുണ്ട്. പിന്നെ കുറച്ച് കാശും കൂടി എറിഞ്ഞു കൊടുത്താൽ ആ വഴിക്ക് സുഖമായി കാര്യങ്ങൾ നടക്കും. ഇതിനിടയിൽ കൂടി അതിജീവിതയെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങളും സിദ്ദിഖിന്റെ കുടുംബാംഗങ്ങൾ നടത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇവരെ സ്വാധീനിച്ച് കേസ് പിൻവലിപ്പിക്കാനുള്ള ഒരു നീക്കം
നടക്കുന്നുണ്ട് എന്ന വിവരമുണ്ടായിരുന്നു. എന്നാൽ നടി ശക്തമായി കേസുമായി തന്നെ മുന്നോട്ട് പോകുകയാണെന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സിദ്ദിഖിനെ മാത്രം, അതായത് ഇത്രത്തോളം പോപ്പുലറായ ഒരു നടനെ തപ്പിയിട്ടാണ് പോലീസിന് കിട്ടാത്തത്. ഈ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ അവന്റെ വീടും ചവിട്ടി പൊളിച്ച് പോലീസ് മറ്റേ തീവ്രവാദിയെ തൂക്കിയെടുക്കാൻ പോകുന്ന ബിൽഡപ്പ് ഒക്കെ ഇട്ട് പോകുന്ന എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ സിദ്ദിഖൊക്കെ ആയതുകൊണ്ട് ഇത്തരത്തിൽ ചവിട്ടി പൊളിച്ച് കയറി ചെല്ലാൻ പോലീസിനും മടിയാണ്. നടിയുടെ പരാതിയിൽ ബലാത്സംഗം, IPC 376, ഭീഷണിപ്പെടുത്തൽ 506 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2016 ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പീഡനത്തിനിരയായതെന്ന് നടി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെറും ഒരു വെളിപ്പെടുത്തലല്ല, അന്ന് യുവതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നതിനുള്ള തെളിവുകളടക്കം പോലീസിന് കിട്ടിയിരുന്നു. സാക്ഷിമൊഴികളും അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടാണ്. അതായത് സാക്ഷിമൊഴികളിലൊക്കെ തന്നെ സിദ്ദിഖിനെ കുടുക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഉള്ളത്. അടപടലം സിദ്ദിഖ് പെട്ടു നിൽക്കുകയാണ്. ഹൈക്കോടതിയും ജാമ്യം കൊടുക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. എല്ലാ തെളിവുകളും കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇതുമായി സുപ്രീം കോടതിയിൽ പോകുന്നത് കൊണ്ടും വലിയ നേട്ടമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഹൈക്കോടതി ഈ ഉത്തരവിൽ വ്യക്തമാക്കിയ മറ്റൊരു കാര്യമുണ്ട്. അതായത് എടുത്തു പറയുന്ന ഒരു വിഷയം, സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെയാണ് ആരോപണം ഉണ്ടായിരിക്കുന്നത്. ആ തെളിവുകളും സാക്ഷികളും എല്ലാം എതിരാണ്. അത്തരത്തിൽ ഒരാൾക്ക് ജാമ്യം കൊടുത്താൽ അത് സമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയുന്നതെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അടിവരയിട്ട് ഈ ഉത്തരവിൽ എഴുതിയിട്ടുണ്ട്. ഇതുമായി സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ സുപ്രീം കോടതിയും മറിച്ചൊരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു അവസരത്തിലേക്ക് വരികയാണെങ്കിൽ അറസ്റ്റ് അല്ലാതെ മറ്റ് ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളതും വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം തന്നെ സിദ്ദിഖിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു നിയമവഴിയിലൂടെ മുന്നോട്ട് പോകുമെന്ന്. നിയമവഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് എന്തുകൊണ്ട് അറസ്റ്റിന് തയ്യാറാകുന്നില്ല? അപ്പോഴും ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ചുളിവിൽ എങ്ങനെയെങ്കിലും മുൻകൂർ ജാമ്യം നേടിയെടുക്കാനുള്ള ശ്രമമാണ് സിദ്ദിഖ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ യുവനടിയും കൃത്യമായി തന്റെ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് സിദ്ദിഖിന് ഇത്രത്തോളം കുരുക്കുണ്ടായിരിക്കുന്നത്. സിദ്ദിഖ് അഭിനയിച്ച സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടതെന്നായിരുന്നു നടിയുടെ മൊഴി. ഉടൻ തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുമെന്ന പല്ലവി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ സിദ്ദിഖിന്റെ കാറ് ആലപ്പുഴയിൽ കണ്ടുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് സിനിമാ പ്രവർത്തകർ ഇപ്പോൾ സിദ്ദിഖുമായി വളരെ അടുത്ത് നിൽക്കുന്ന നടന്മാരും നടികളുമൊക്കെ നിരീക്ഷണത്തിലായിരിക്കുന്നത്. സിദ്ദിഖിന്റെ മകനും സിദ്ദിഖ് എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണെന്ന് ആരോപിച്ച് അന്വേഷണ സംഘത്തിനെതിരെ പ്രതിഷേധം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതിനാൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നിഗമനം. സിദ്ദിഖിനായി ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. സ്ഥിരം സിനിമാ ലൊക്കേഷനുകളെല്ലാം പോലീസ് അരിച്ചു പെറുക്കുന്നുണ്ട്. എന്തായാലും സിദ്ദിഖ് സുപ്രീം കോടതിക്ക് വെച്ചു പിടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഹർജിയുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ കേരളത്തിലെ അഭിഭാഷകർ ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തയ്യാറാക്കുന്നത്. 2016 നടന്ന സംഭവത്തിൽ 2024 പരാതി നൽകിയത് ചോദ്യം ചെയ്താകും ഹർജി. എന്തായാലും വലിയ നിയമ പോരാട്ടത്തിനാണ് വഴിയൊരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.